ശരത്, പി കെ ശശിയാണ് ചർച്ചാ വിഷയം. പി കെ ശശി കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് നഗരസഭാ പരിധിയിലുള്ള ഒരു ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവ് കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടിയിൽ CPM പ്രാദേശിക നേതാക്കളൊക്കെ ഉള്ള ഒരു ചടങ്ങിനിടയിൽ നടത്തിയൊരു പ്രസംഗം വലിയ വിവാദമാവുന്നു. ആ പ്രസംഗത്തിലുടനീളം അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ അഴിമതി ആരോപണങ്ങളൊക്കെ നടത്തിക്കൊള്ളൂ, പക്ഷേ അഴിമതി ആരോപണം നടത്തുന്ന ആളുകളുടെ ശരീരത്തിലും കറ പുരണ്ടിട്ടില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കേണ്ടതുണ്ട്. കൊച്ചി പഴയ കൊച്ചി ആയിരിക്കില്ല, പക്ഷേ ബിലാൽ പഴയ ബിലാൽ തന്നെയാണ്. മണ്ണാർക്കാടിന്റെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിൽ ഇന്നലകളിലെ പോലെ തന്നെയും ഇന്നും നാളെയും ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്ന പി കെ ശശി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു ഒരു വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നതെന്ന്. പി കെ ശശി അവിടുത്തെ CPM-ന്റെ ജില്ലാ ഭാരവാഹികളോട്, പ്രാദേശിക CPM അംഗങ്ങളോട് ഉടക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം പാലക്കാട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി നടത്തിയിട്ടുള്ള ഒരു പരാമർശം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പി കെ ശശിയെപ്പോലെ പാർട്ടിയിൽ അംഗമല്ലാത്ത ഒരാളോട് ഞങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതോടുകൂടി ഇതങ്ങ് പൂർണ്ണമായ അർത്ഥത്തിൽ ഇവർ തമ്മിലുള്ളൊരു എതിർപ്പ് പോര് മുറുകുന്ന ഒരു സാഹചര്യം. ഇന്നലെ മുൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആർഷോ പാലക്കാട് ചെന്ന് പ്രസംഗിക്കുന്നതിനിടയിൽ പൊന്നുമോനെ ബിലാലെ, പണ്ടത്തെ പോലെ നടക്കാമെന്ന് വിചാരിക്കേണ്ട, അങ്ങനെ നടന്നാൽ തന്നെ കാല് വെട്ടി എറിയും എന്ന് പറയുന്ന സ്ഥിരമായിട്ടുള്ളൊരു പ്രസംഗം കൂടി നടത്തുന്നു. ഇന്നലെ അവരുടെ മാർച്ചൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവരുടെ അതേ പാളയത്തിൽ തന്നെയുള്ള ഒരാൾക്കെതിരെ ഇവർ തന്നെ വെല്ലുവിളിക്കുന്നു. കൊലവിളിയാണ് പ്രധാനം. കൊന്നുകളയും, തല്ലി തീർക്കും, മുട്ടിന് താഴെ കാലുണ്ടാവില്ല എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് പോകുന്നു. ഞാൻ ആലോചിക്കുകയാണ്, നാളെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ CPM ആളുകൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നു, CPM-ൽ നിന്ന് ആളുകൾ എന്തുകൊണ്ട് പോകുന്നില്ല എന്ന ചോദ്യത്തിന് പോയാൽ ഒന്നെങ്കിൽ മരണം, ഇല്ലെങ്കിൽ കയ്യോ കാലോ ഇല്ലാതെ നടക്കാമെന്നൊരവസ്ഥയാണ്. പി കെ ശശിനെ ഒരു കാലത്ത് സംരക്ഷിച്ചൊരു പാർട്ടി കൂടിയാണ്. ഒരു DYFI നേതാവിനെ ലൈംഗികമായി പീഡിപ്പിച്ചപ്പോൾ പീഡനത്തിന് തീവ്രത ഇല്ലെന്ന് അന്ന് AK ബാലനൊക്കെ പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു നേതാവിനെതിരെയാണ് ശരത് കൊലവിളിയുമായി അവർ നടക്കുന്നത്. എന്താണ് ഇവർക്ക് പറ്റിയത്? അതിലെ ആർഷയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവര് SFIയുടെ ഒരു ഇപ്പോഴും അപ്പോഴും എല്ലാ അക്കാലത്തായാലും ഇക്കാലത്തായാലും അവരുടെ ഒരു പ്രധാന അജണ്ട വിരട്ടലിലൂടെ, അതായത് ആശയമല്ല ആയുധമാണ് നമുക്ക് വേണ്ടത്, അതുപോലെ അങ്ങനെ ഒരു പേടിപ്പിച്ച് നിർത്തി കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയം. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഗതികെട്ട് നമുക്ക് കണ്ടതാണ്. ഇവിടെയൊക്കെ സർവകലാശാലയിലൊക്കെ വന്നതിനും ഭൂരിഭാഗം പേരും ഗതികെട്ട് പേടിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും നിലനിൽപ്പിന് വേണ്ടി കൂടിയാണ് വന്നത്. അപ്പോൾ ആ ഒരു ശൈലി തന്നെയാണ് ഇവിടെയും ആർഷോ പിന്തുടരുന്നത്. അതിൽ അത്ഭുതമില്ലാത്തൊരു കാര്യം കൂടിയാണ്. അദ്ദേഹം പറഞ്ഞ ഡയലോഗുകൾ തന്നെ, ഈ മാസ് ഡയലോഗ്, സിനിമ ഡയലോഗ് എടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് പി കെ ശശി ഓർക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഈ ഒരു വിഷയം, അതായത് ഏറ്റവും വലിയൊരു ആരോപണം വന്നിട്ട് പോലും താങ്ങി നിർത്തിയ ഒരു പാർട്ടിക്കെതിരെയാണല്ലോ ഇങ്ങനെ പറയുന്നൊരു ഇതും കൂടെ ഉണ്ട്. അത് ആർഷയ്ക്ക് അതിൻ്റെ ഒരു ചേതോ വികാരം കൂടെ കാണുമായിരിക്കും ചിലപ്പോൾ. നേരത്തെ പറഞ്ഞു പറയുന്നത് അതിൻ്റെ തീവ്രത അളന്ന് അത് പ്രശ്നമല്ലാതെ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത് പി കെ ശശി അവിടെ വളരാൻ ഉദ്ദേശിച്ച ഒരു പാർട്ടിക്കെതിരെ തന്നെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആർഷയ്ക്കോ അല്ലെങ്കിൽ ആ അണികൾക്കും ഉണ്ടാകുന്ന പ്രശ്നം തന്നെയാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വിഷയം, ഈ ഒരു ഗുണ്ടായിസം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചർച്ചകളിൽ വന്നാണ്. SFIയുടെ ഒരു രീതികൾ അതെല്ലാം തന്നെ പറയണം. അവരുടെ ഒരു ശൈലി ഇങ്ങനെ തന്നെയാണ്. അത് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ള കാലത്തും അങ്ങനെ നമുക്ക് പിണറായിയുടെ ശൈലി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പ്രതിഷേധിക്കുന്നവരെ ഒതുക്കിയിട്ട് അതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന രീതി, അല്ലെങ്കിൽ അവരുടെ ഗൺമാൻ പോലും പരസ്യമായിട്ട് ആളുകളെ തല്ലിച്ചതയ്ക്കുന്ന രീതി, ഇതെല്ലാം തന്നെ പാർട്ടിയുടെ പുതിയ രീതിയാണ്, പുതിയ നയം. അങ്ങനെയാണ്, അങ്ങനെ വളർത്താൻ പറ്റുകയുള്ളൂ. അവിടെയാണ് SFIയും KSUവും ABVPയും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ നിന്ന് എന്തുകൊണ്ട് SFI വേറിട്ട് നിൽക്കുന്നു? ആക്രമണം നടത്തി അതിലൊരു ഒരു രാഷ്ട്രീയ മേധാവിത്വം ഏറ്റെടുക്കുക, അല്ലെ അങ്ങനെ രീതി നിർത്തുക, മറ്റൊരു ത്രിപുര തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് എന്നാണ് ഇതിനകത്ത് ചുരുക്കമായിട്ട് മനസ്സിലാക്കുന്നത്. ഉറപ്പല്ലേ? അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. പക്ഷെ പി കെ ശശിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പി കെ ശശി നല്ല കാശുള്ള ആളാണ്. അപ്പൊ പി കെ ശശി കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകളും ഒക്കെ ബന്ധപ്പെട്ട് അതിനൊരു രാഷ്ട്രീയപരമായ ഒരു കാരണം കൂടി ഇവർ നിരത്തുന്നുണ്ട്. പക്ഷെ ഏത് തരത്തിലുള്ള ഈ പി കെ ശശി പാളയം മാറിയാൽ പോലും, ഏത് തരത്തിലുള്ള ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ പോലും കൊല്ലാം തല്ലാമെന്ന് പറയുന്നൊരു ന്യായീകരണം അവിടെ നിലനിൽക്കുന്നില്ല. സത്യത്തിൽ ക്രമസമാധാന പാലനം തടസ്സപ്പെടുത്തി, അല്ലെങ്കിൽ അതിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ആർഷോയെ അകത്തിടാനുള്ളതേ ഉള്ളൂ. ആർഷോ മാത്രമല്ല, ഇന്നലെ പാലക്കാട് നടത്തിയ മാർച്ചിൽ CPM പ്രവർത്തകരെല്ലാവരും വിളിച്ചത് കൊലവിളിയാണ്. മനസ്സിലായോ? അത് ബിലാല് എന്ന് പറയുന്നത് പി കെ ശശിക്കെതിരെയാണ്. പി കെ ശശി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകൾ പി കെ ശശിനെ ഒന്ന് ഫേവർ ചെയ്യുന്ന രീതിയിൽ പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരം, അല്ലെങ്കിൽ കേരളത്തിന്റെ സാമൂഹിക പരിസരത്തിൽ പോലീസിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, ക്രമസമാധാന പരിപാലനമൊന്നുമില്ല. CPM-ന്റെ കയ്യിൽ ഒരു ചുവന്ന കൊടി ഉണ്ടെങ്കിൽ ആർക്കും എന്ത് തോന്നിവാസവും ആരുടെ തലയിൽ കയറി നിരങ്ങാനും പറ്റുന്ന ധാർഷ്ട്യത്തിലേക്ക് പാർട്ടിയും പാർട്ടി അണികളും മാറി എന്നുള്ളതാണ്. ജില്ലാ സെക്രട്ടറി പറഞ്ഞത് CPM-ന്റെ പാർട്ടി അംഗത്വങ്ങളിൽ പാലക്കാട് മാത്രം ഏകദേശം 42,000-ഓളം
പാർട്ടി മെമ്പേഴ്സ് ഉണ്ട്. ഇവർക്കോ അല്ലെങ്കിൽ നേതാക്കന്മാർക്കോ ഇത്തരം വിഷയങ്ങളിലൊന്നും അങ്ങനെ കാര്യങ്ങളൊന്നും പൊതുസമൂഹത്തോട് പറയണമെന്നൊരു യാതൊരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പി കെ ശശിയുടെ ആരോപണങ്ങളെ പൂർണ്ണമായി അവോയ്ഡ് ചെയ്യുകയാണ്. ഇവർ കുറച്ചുകൂടി സക്രിയമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ പി കെ ശശി നടത്തിയ ആ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഈ അഴിമതി വിഷയങ്ങൾ, എന്തൊക്കെയാണ് ഈ കാര്യങ്ങളൊന്ന് എന്ത് എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുകയാണ് വേണ്ടത്. പക്ഷെ ചർച്ച നടത്താതെ എന്തെങ്കിലും ഒരു ആരോപണമോ അല്ലെങ്കിൽ പ്രശ്നമോ ഉണ്ടാകുമ്പോൾ ആളെ തീർത്ത് കളയാം, ചർച്ച വേണ്ട, നാവുകൊണ്ടുള്ള പരിപാടികൾ തലയങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ എന്നുള്ളൊരു നയമാണ് ഇവർ സ്വീകരിക്കുന്നത്. ഈ നയം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ആളുകളെ കൊന്നും ആളുകളുടെ രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉണ്ടാക്കി അതിൽ വീറും വാശിയും കാണിച്ച് ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ രക്തസാക്ഷികൾ ഉണ്ടല്ലോ എന്ന് പറയുന്ന CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇതല്ലാതെ മറ്റൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.